ബ്രൈറ്റ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇലക്ഷന് മുമ്പ് UDF സർക്കാർ പ്രഖ്യാപിച്ച 3000 രൂപയുടെ ക്ഷേമ പെൻഷൻ ഈ കഴിഞ്ഞ UDF സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ VD സതീശൻ ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുന്നതിൽ കാലതാമസം വരില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ്. അതിനാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പെൻഷൻ തുക 3000 രൂപയാക്കി ഉയർത്തുവാനുള്ള സാധ്യതയുണ്ട്. 3000 രൂപയായി വർദ്ധിപ്പിക്കാൻ കാലതാമസം എടുക്കുന്നതിന് കാരണം അനർഹരെ കണ്ടെത്തി പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കി അർഹരായവർക്ക് നൽകുന്നതാണ്. ജൂൺ മാസത്തെ 2000 രൂപയുടെ ക്ഷേമ പെൻഷനുകൾ 25/6/2026 ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസത്തെ ക്ഷേമ പെൻഷനുകൾ ചില സഹകരണ ബാങ്കുകൾ വൈകിപ്പിച്ചത് ഇത്തവണ ആവർത്തിക്കരുതെന്ന് സർക്കാർ ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നിലവിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കിടപ്പ് രോഗികൾ ഉള്ള വീട്ടിൽ AC ഉണ്ടെങ്കിൽ നിലവിലെ പെൻഷൻ മാനദണ്ഡത്തിന്റെ ലംഘനം എന്ന് പറഞ്ഞ് പെൻഷൻ നിഷേധിക്കുന്ന അവസ്ഥ മാറ്റും എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പലർക്കും ആശ്വാസമാണ്. തുടക്കത്തിൽ തുക ലഭിക്കുന്നത് 26 ലക്ഷത്തോളം പേർക്കാണ്. വീടുകളിലേക്കുള്ള പെൻഷൻ ഇന്ന് 25/6/26 സജീവമാകും. അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവരിൽ കേന്ദ്ര വിഹിതം കൈപ്പറ്റുന്നവർക്ക് 200, 300, 500 എന്നീ തുകകൾ കുറഞ്ഞ് 1500, 1700, 1800 എന്നീ തുകകളായിരിക്കും ആദ്യഘട്ടത്തിൽ അക്കൗണ്ടിലെത്തുക. 1080 കോടിയാണ് ജൂൺ മാസത്തെ പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. വിതരണം ജൂലൈ 3 മുൻപായി നടത്തണമെന്നാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഇക്കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർ ജൂൺ 30-നുള്ളിൽ നൽകേണ്ടതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ 2.5 ലക്ഷത്തോളം ആളുകളുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വിധവ, അവിവാഹിത പെൻഷൻ വാങ്ങുന്ന 60 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ തങ്ങൾ വിവാഹിതയല്ല എങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന നോൺ റെമിറ്റ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും ജൂൺ 30 ലാസ്റ്റ് ഡേറ്റ്. ഇതിനകം പെൻഷൻ ലഭിച്ചവർ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഞങ്ങൾക്ക് കിട്ടിയെന്ന്. അത് അറിയുമ്പോൾ മറ്റുള്ളവർക്കും സമാധാനമാകും.